ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പലഹാരം ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ കരുതി കുട്ടികൾക്ക് എന്തായാലും ചപ്പാത്തി ഗോതമ്പ് ദോശനേക്കാളും ഇഷ്ടം ചപ്പാത്തി തന്നെയാണ്. അപ്പം എന്നാൽ അത് ചപ്പാത്തി തന്നെ ആക്കാമെന്ന് കരുതി. ചായ എന്തായാലും ആദ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചായ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കറി ഉണ്ടാക്കണം. ഇതിക്ക് കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇഷ്ടവും ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് പരത്തിയെടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് നുറുക്കി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കാമെന്ന് എഴുതിയിട്ടോ. ചപ്പാത്തി ചുട്ടെടുക്കണ ടൈമിൽ എന്തായാലും കിഴങ്ങൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്തായാലും ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഫുള്ളായിട്ടൊന്ന് പരത്തിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. പച്ചവെള്ളമല്ല, ചെറുതായി ചൂടുള്ള വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ആ വെള്ളം കൂട്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാറുള്ളത്. പിന്നെ എന്തായാലും അതൊക്കെ പരത്തിയെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിഴങ്ങ് നുറുക്കാൻ വേണ്ടിയിട്ട് തോലൊക്കെ കളഞ്ഞ് നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയുടെ കഷ്ണമുണ്ട്, അത് തലേദിവസം എടുത്തതാട്ടോ. എന്തൊക്കെയോ എടുത്തതാണ്. അപ്പോൾ അതും കൂടെ എടുക്കാമെന്ന് കരുതി. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കിഴങ്ങുണ്ടാവും കേട്ടോ. അതാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ കിഴങ്ങൊക്കെ ഞാൻ എന്തായാലും അരിഞ്ഞെടുക്കുന്നുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പൂളേണ്ടുള്ള സ്റ്റൂ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തിക്ക്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ പൂളയൊന്നും കഴിക്കാൻ പറ്റില്ല. പൂള പറഞ്ഞാൽ കപ്പ, അതൊന്നും ഇപ്പം എന്തായാലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്നലെ ഞാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതെന്താ അറിയില്ല, ക്യാബേജ് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നതൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ കോളിഫ്ലവറാണ് പിന്നെ കഴിക്കാൻ പറ്റാത്തത് കേട്ടോ. അത് പിന്നെ അങ്ങനെ എപ്പോഴൊന്നും വാങ്ങിക്കില്ല. പിന്നെ കുട്ടികൾ സ്കൂൾ പോണ സമയത്തൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതും വറുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനും പറ്റില്ല. അങ്ങനെ എന്തായാലും കിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളുള്ളി നുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ഇഞ്ചിയും വേണം, പച്ചമുളകും വേണം. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ശരിയാക്കി നുറുക്കിയെടുത്തിട്ട് പിന്നെ ഞാൻ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള കിഴങ്ങ്, സവാള, കുറച്ച് ഉപ്പ്, ഒരു പച്ചമുളക്, ഇതൊക്കെ ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് ഭാഗത്തും എണ്ണയൊക്കെ പരട്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കണേ. ഞാൻ എണ്ണ രണ്ട് ഭാഗത്തും അങ്ങനെ പരട്ടിയെടുത്തിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കാറുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം അങ്ങനെയാണ് ചുട്ടെടുക്കണേ. ചപ്പാത്തി ഞാൻ പിന്നെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പുറത്തൊക്കെ കളിയൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ എന്തായാലും ചായക്കുള്ള കടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ അത് കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കരുതിയിട്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചപ്പാത്തിപ്പൊടിയാണ് കേട്ടോ. ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്, അത് റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ എനിക്ക് ശരിയാവുന്നില്ല. അതൊരു പൊടി പോലെ അങ്ങനെ
ഉണ്ട്. അപ്പോൾ അത് കാരണം എനിക്കത് ശരിയാവണില്ല. അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഏട്ടനോട് വേറെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്, കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ റേഷൻ കടയത്തെ അത് ആ പൊടി കൊണ്ട് ഗോതമ്പ് ദോശ ചുട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല നന്നായി കിട്ടും കേട്ടോ, നേരായി കിട്ടും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഷ്ടമൊക്കെയുള്ള തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിരവി അരച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ചായ കുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ റോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അടുക്കള ക്ലീൻ ചെയ്തിടലും പാത്രം കഴുകിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇനി ചോറൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കണം. പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ അതാ കുറച്ച് മാന്തൽ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മാന്തൽ മീൻ നേരാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം തലേദിവസം എന്താ കൊടുത്തിട്ടുള്ള മുരിങ്ങ അതുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മുരിങ്ങ താളിക്കാൻ എഴുതി കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെ മുരിങ്ങ താളിക്കില്ലേ, ആ കറി ഉണ്ടാക്കാമെന്ന് എഴുതി. അപ്പോൾ കറി അതാക്കാമെന്ന് എഴുതി. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്നത് ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പം ഇടിച്ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അത് നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉപ്പേരിക്ക് അതാക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും മീനൊക്കെ നേരാക്കി എടുത്തിട്ട് വേണം പിന്നെ കുളിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ മീനൊക്കെ നേരാക്കി എടുക്കാൻ വേണ്ടി നിന്നത്. എന്നാൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സാക്കി കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് വറുത്തെടുക്കണുള്ളൂ. പിന്നെ ഉപ്പേരി വെക്കണുള്ളൂ. അതൊക്കെ അല്ല ഉപ്പേരിയല്ല കറി കേട്ടോ. കറി വയ്ക്കുന്നുള്ളൂ. ഉപ്പേരിക്കുള്ളത് ഞാൻ കുക്കറിൽ ഫസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ കുക്കറിൽ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചക്ക ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ആദ്യം കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളമാണ് ശരിക്കും മുരിങ്ങ താളിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചവെള്ളം കുഴപ്പമില്ല, അതല്ല. പക്ഷേ കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുരിങ്ങ താളിപ്പിലേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചത്തേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ കറി എടുത്തിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള മുരിങ്ങ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം താളിക്കാമെന്ന് കരുതി, രാത്രിക്കുള്ള കേട്ടോ. അപ്പോൾ അത് മുരിങ്ങ അങ്ങനെ ഇതാ അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുക്കറിൽ ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ചതച്ചെടുത്തിട്ട് അതും ഉപ്പേരിയൊന്ന് വറുത്തിടണം കേട്ടോ. ഉപ്പേരിക്കൊന്ന് വറുത്തിടണം. അങ്ങനെ ഇതാ മുരിങ്ങ ഒക്കെ ആയി വന്നിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസൊക്കെ ഓഫാക്കാം. പിന്നെ ഇതാ ഉപ്പേരിക്കുള്ളത് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ചെറുള്ളിയും വറ്റൽമുളകൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക്. അപ്പം ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക അതിക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയിലൊന്ന് പോയി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിക്കിനി ഇതാ ചതച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പം അത് കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അധികം മഞ്ഞ കളറൊന്നും കാണാനില്ല അല്ലേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ അത് അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടിച്ചക്ക ഉപ്പേരിയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മൂപ്പുണ്ടാകുന്നതാണ് കേട്ടോ. അതാണ് ഇടിച്ചക്കയെന്നും കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പത്തേക്ക് മാത്രം കുറച്ച് വറുത്തെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ മീൻ വറുത്തെടുക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയും ബ്രെഡും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്